சிவா, என்னடா? லிச்சுக்கு இப்போ ஒரு பிரச்சனையும் இல்லை. அவளோட வலியும் போயிருக்கு. அவ்வளவுதான், விட்டுடு. ഇപ്പൊ കോപമില്ലടാ. എനിക്കുണ്ടോ കോപം? എനിക്കൊരു കോപവും ഇല്ല. എൻ്റെ ആന്റി വെറുതെ ഒന്ന് ഇങ്ങനെ തൊട്ടപ്പോഴത്തേക്ക് എന്താണ് തല ഇടിച്ചു വീഴുന്നു, മറിഞ്ഞു വീഴുന്നു, ചാവാൻ പോകുന്നു, എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്. ചുമ്മാ ഒരുമാതിരി. വിട്ടിട് ശിവ, ഇനി அதை பத்தியெல்லாம் பேச வேண்டாம். எதை பத்தியெல்லாம் பேச வேணாம்? ஐயோ ஒன்னும் இல்லடா கேசு. சிவாவும் லெச்சுமா ஏதா பேசிட்டு இருந்தாங்க. அவங்க சண்டை போட்டாங்க. சிவா வந்து லெச்சுவை பிடிச்சு ஒரு தள்ளு. அவ போய் விழுந்து அவ மண்டை உடைஞ்சது. மண்டை உடைஞ்சதா? ஆமா. എന്ത് നീ കേട്ടില്ലേ? മണ്ട ഉടഞ്ചത്. ചേച്ചി ഇപ്പോൾ ICUലാണ്. കുറച്ചു നേരത്താണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. 8-9 സ്റ്റിച്ച് ഉണ്ട്, 2-3 സ്കാൻ കഴിഞ്ഞു. ഹെവി ഹെഡ് ഇഞ്ചുറി ആണ്, നല്ല ഇന്റർണൽ ബ്ലീഡിംഗ് ഉണ്ട്. ഇനി എന്തെങ്കിലും അറിയണോ സാറിന്? ഡേ അവളൊക്കെ ഒന്നും ഇല്ലടാ, കൊഞ്ചം കമ്മിதான். എന്റെ പൊന്നു കേശു, ഞാനൊന്ന് പോയി തൊട്ടു, ഇങ്ങനെ തൊട്ടു, അപ്പോഴേക്കും മറഞ്ഞു വീഴുന്നു, തല ഇടിക്കുന്നു, എന്താണ് മണ്ട പൊളക്കുന്നു, എന്തൊക്കെയാ ഞാനിവിടെ കാണിച്ചു കൊടുത്തെന്നറിയോ? ഷോ എന്നൊക്കെ പറഞ്ഞ ഇജാതി ഷോ, മണ്ട പൊളന്നു പോലും. ഷോയാ? ഞാൻ എന്ത് ഷോയാണ് കാണിച്ചത്? ഒരു കൂസലും ഇല്ലാതെ നിക്കുന്ന നോക്കിക്കെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് മനുഷ്യരെ പിടിച്ച് തള്ളി തലയും പോയി ഇടിച്ച്. ഇതാണ് പറഞ്ഞത് എനിക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണെന്ന്. തന്നെ എനിക്ക് അഹങ്കാരം കൂടുതൽ തന്നെ. കേശു, നീ കേൾക്കണം, ഈ വെക്കേഷൻ ഞാൻ വീട്ടിലോട്ട് വരുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എന്റെ എത്ര ഫ്രണ്ട്സ് എന്നെ വിളിച്ചെന്നറിയോ, വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനാ, ഞാൻ കേട്ടില്ലല്ലോ. പിന്നെ എന്താ പോകാഞ്ഞത്? കൂട്ടുകാരുടെ വീട്ടിൽ പോണോന്നേ നീ തന്നെ തീരുമാനിച്ചാ മതിയോ? ഇപ്പൊ എല്ലാം തന്നെയല്ലേ തീരുമാനിക്കുന്നത്. എപ്പോഴും പറയും 18 വയസ്സായി. ஷோ பாரு, கொஞ்சம் பேசாம இரு. சிவா, நான் சொல்றத கொஞ்சம் கேளு. அக்கா தானே, கெட்டி பிடிச்சு ஒரு சாரி கேட்டா எல்லாமே സോൾവ് ആയിടും. അവളോതാ. അയ്യോ, എനിക്ക് കെട്ടിപ്പിടുത്താൻ സോറിയുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിലും ഒക്കെ എന്നെ കെട്ടിപ്പിടിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാലേ ഇവള് നെക്കി എന്നെ വാരിയിൽ ഒടിക്കും. കേട്ടല്ലോ, മനസ്സിലിരുമ്പോ കേട്ടല്ലോ. ശിവ, നീ ശരിക്കും എന്റെ മേടിക്കേ? അതിനുള്ള തയ്യാറെടുപ്പാണല്ലോ. சிவா, நான் சொல்றது கொஞ்சம் கேளு. നീ ഇതെല്ലാം പേസാതെ. പേസിനാ എങ്കേ മുടിയാത്. അവളോതാ. മുടിയാത് എനിക്ക് നന്നായിട്ട് അറിയാം എവിടെ മുടിയത്തില്ലാന്ന്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. ഞാൻ വൈകിട്ടെങ്കിൽ ചെന്നൈക്ക് പോകാൻ പോവാ. ചെന്നൈ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മൈസൂര്, ഞാൻ അവളുടെ അടുത്ത് പോകാൻ പോവാ. പോന്ന വഴിക്ക് അങ്ങ് പൊക്കോണം, പിന്നെ ഈ പടി ചവിട്ടിയാക്കരുത്. അല്ല, അമ്മൂക്ക് വലിയ ഉത്സാഹമാണല്ലോ എന്നോട് ഒന്ന് പറഞ്ഞുവിടാനായിട്ട്. നേരത്തെ പറയുന്നതായിട്ട് ഇറങ്ങിപ്പോന്ന്. ഞാൻ പൊക്കോളാം, അമ്മൂമ്മ ഇത്ര കഷ്ടപ്പെടുവൊന്നും വേണ്ട കേട്ടോ. ഓ, നിക്കുന്ന നോക്കിയായിട്ടേ തൊട്ടോ തലോടെയൊക്കെ. ഞാൻ എന്തെങ്കിലും കാണിച്ച് ഇറങ്ങിപ്പോ. ചേച്ചി എന്ത് കാണിച്ചാലും പിന്നെ പൊന്നു കൊച്ചുമോളാണല്ലോ. 24 മണിക്കൂർ ലൊച്ചുമോളെ പറഞ്ഞിട്ട് ലൊച്ചുമോൾ ഇറങ്ങിക്കോളും. പൊന്നു ശിവ, നിർത്താദ്യം നിന്റെ ഈ ഷോയൊക്കെ. എന്തോന്നത്? ഓ, ശിവാന് പിന്നെ ഹോസ്റ്റലില് കൂട്ടുകാരുടെ കൂടെ സിംഗിൾ റൂമിലൊക്കെയാണല്ലോ താമസം. നമ്മളെവിടെ പാവം ഈ കുഞ്ഞു മുറിയിൽ നമ്മുടെ കൂടെയൊക്കെ നിൽക്കാനുള്ള താല്പര്യം നമുക്ക് കാണുന്നു. ഞങ്ങളെല്ലാരും ഒറ്റ മുറിയിൽ ഇടുങ്ങിയാണ് കിടക്കുന്നത്. അതെല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ശിവചേച്ചി ആള് മാറി. ചേച്ചി ഒന്ന് പോയേ ശിവ, പോയി ഫുഡ് കഴിച്ചല്ലേ. അങ്ങനെ ഫുഡ് കൊടു. ചെല്ലോണേ. നീ വലിയ മധ്യസ്ഥ വഹിക്കാൻ വരില്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം നിനക്കിപ്പോഴും ചേച്ചിയോടാണല്ലോ ഒരു ചായ്വ്. പണ്ട് എന്തോ ആയിരുന്നു, 24 മണിക്കൂറും ചിവ എന്ന് പറഞ്ഞ എന്റെ പുറകെയായിരുന്നല്ലോ നടന്നിരുന്നത്. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ടും ലച്ചു ചേച്ചി തന്നെയായിരുന്നു കേശുവിന്റെ ജീവൻ, അല്ലടാ? എന്ത്? ഒന്നുമില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.